ഹായ് നമസ്കാരം, ഞാൻ അഫ്സൽ. ഇ-കൊമേഴ്സിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാൻ ഈ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ 2 സെക്ഷനെ കുറിച്ചിട്ടാണ്. എങ്ങനെ നമുക്കൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ ഏറ്റവും ബിഗിനിങ് സ്റ്റെപ്പ് എന്താണ്. ഞാനൊരു ബിഗിനറാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, കാരണം ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, റിസൾട്ട് ഇല്ലാതെ പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലെ 2 രീതിയിലാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഡയറക്റ്റായിട്ട് ഒരു കമ്പനിയുടെ അഫിലിയേറ്റ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അഫിലിയേറ്റ് നെറ്റ്വർക്കിൻ്റെ പാർട്ടായിട്ട് നമുക്ക് പല കമ്പനിയുടെയും പ്രൊഡക്റ്റുകൾ നമുക്ക് സെയിൽ ചെയ്യാറ്. അപ്പോൾ ഈ 2 രീതിയിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഫിലിയേറ്റിൽ നമുക്ക് കമ്മീഷൻ ഡിഫറൻ്റ് ആയിരിക്കും. അതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ പറയുന്നു, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്ത് സെയിൽസ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു ഫിക്സഡ് എമൗണ്ട് കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഡോർ ടു ഡോർ പോയി ആരും ക്യാൻവാസ് ചെയ്യേണ്ട, കാരണം നമ്മളവിടെ ഉപയോഗിക്കുന്ന നമുക്കിവിടെ ഉപയോഗിക്കാവുന്ന മീഡിയം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. അല്ലെങ്കിൽ നമ്മളുടെ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളുണ്ടോ അതൊക്കെ ഉപയോഗിക്കാം. മേ ബി നമുക്ക് SMS മാർക്കറ്റിങ്ങിലൂടെ ഉപയോഗിക്കാം. പക്ഷേ അതൊന്നും ഒരുപാട് നാൾ നമുക്ക് നീണ്ടു നിൽക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നൊരു മീഡിയം ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റിലൂടെ എങ്ങനെ ഉപയോഗിക്കാം? ഇൻ്റർനെറ്റിലൂടെ നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കണ്ടൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഏതർ നമുക്കൊരു യൂട്യൂബ് ചാനൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പോപ്പുലറായിട്ടുള്ള സോഷ്യൽ മീഡിയ ചാനൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലോഗിങ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അത് ടെക്സ്റ്റ് കണ്ടൻ്റ് ആവാം, വീഡിയോ കണ്ടൻ്റ് ആകാം, ഏതുമായാലും നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്താലേ നമുക്ക് അഫിലിയേറ്റിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ അഫിലിയേറ്റിന് പല രീതികൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തതാണ് അഫിലിയേറ്റ് നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. അഫിലിയേറ്റ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കമ്പനി നമുക്ക് അഫിലിയേറ്റ് ആകാനുള്ള പെർമിഷൻ നേരിട്ട് തരില്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫർണിച്ചർ ഷോപ്പ്, ആ ഫർണിച്ചർ ഷോപ്പിൽ ഒരു ഫർണിച്ചർ നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 30% കമ്മീഷൻ തരാമെന്ന് അവർ പറയുന്നു. അപ്പോൾ 30% കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല കസ്റ്റമേഴ്സിനെ അവർ കൊണ്ടുപോയി ഇവിടുത്തെ ഫർണിച്ചർ നല്ലതാണ്, ഈ ഫർണിച്ചർ ഞാൻ യൂസ് ചെയ്തു, ഇതെങ്ങനെ ഉണ്ടെന്ന് ഇതൊക്കെയുള്ള ഈ ഡെസ്ക്, ഈ ടേബിൾ, ഈ ഓഫീസ് സെറ്റപ്പ് ഇതെല്ലാം നല്ലതാണ്, ഈ ചെയർ നല്ലതാണ്, അങ്ങനെ പറഞ്ഞ് നമ്മൾ ഓരോ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വഴിയാണ് വന്നതെന്ന് ആ കടക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലിങ്കുകൾ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു സെയിൽ നടന്നു കഴിയുമ്പോൾ, സെയിൽ കൺവേർട്ടായി പേയ്മെൻറ്റ് അവരുടെ കൈ കിട്ടി കഴിയുമ്പോൾ നേരെ അതിൻ്റെ ഒരു കമ്മീഷൻ നമുക്ക് തരും. എന്നിട്ട് അവർ പറയും എല്ലാ മാസവും ഈ ഒരു ഡേറ്റിൽ എല്ലാ മാസവും 15-ാം തീയതി ആയിരിക്കും നിങ്ങളുടെ കമ്മീഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ 15-ാം തീയതി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കത്തില്ല തരുന്നത്, ഒരു മിനിമം ത്രഷോൾഡ് എമൗണ്ട് അവർ വെച്ചിട്ടുണ്ടാവും. അതായത് ഒരു മാസം നിങ്ങൾ മിനിമം 1000 രൂപയെങ്കിലും കമ്മീഷൻ ആയാൽ മാത്രമേ ഞങ്ങൾ തരുവുള്ളൂ എന്നവർ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ 10,000 രൂപയെങ്കിലും കമ്മീഷൻ ആയെങ്കിൽ മാത്രമേ ഞങ്ങളത് വിഡ്രോ ചെയ്യാൻ തരുവുള്ളൂ. അപ്പോൾ 10,000 രൂപ വരെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി സെയിൽസ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 30% ആണ് അവർ കമ്മീഷൻ ഓഫർ ചെയ്തിരിക്കുന്നത്. ഒരു ഫർണിച്ചർ സെറ്റ് നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപയുടെ ഒരു ഫർണിച്ചർ സെറ്റാണ് നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് 30,000 രൂപ കമ്മീഷൻ കിട്ടും, 30% ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ തന്നെ നമുക്ക് ത്രഷോൾഡ് എമൗണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് നമുക്ക് 10,000 രൂപ ത്രഷോൾഡ് എമൗണ്ട് പറഞ്ഞതിൽ നിന്ന് 30,000 രൂപയായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ മാസം 15-ാം തീയതി നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഇവിടെ ഓരോ കമ്പനികളും നമുക്ക് ഇൻ്റർനെറ്റിലും തരുന്നത്. അതായത് ഇൻ്റർനെറ്റിൽ നമുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നേരിട്ടുള്ള റെഫറൻസോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ല, എല്ലാം നമ്മൾ കണ്ടൻറ്റ് ത്രൂ ആണ്. നമ്മളും അവരുമായിട്ടുള്ള കണക്ഷൻ എല്ലാം ലിങ്കുകൾ വഴിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് കമ്മീഷൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു അഫിലിയേറ്റ് നെറ്റ്വർക്കാണ്. കമ്മീഷൻ ജംഗ്ഷനിലാണ് ഞാൻ കൂടുതലും സെയിൽ നടത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കമ്മീഷൻ ജംഗ്ഷൻ തന്നെയാണ്. അവിടെ ഒരുപാട് കമ്പനികളുണ്ട്, ഒരു കമ്പനിയല്ല, ഒരുപാട് കമ്പനികൾ അവരുടെ അഫിലിയേറ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ തരും. പക്ഷേ ഓരോ കമ്പനിയിലും നമ്മൾ അപ്ലൈ ചെയ്ത് അവർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ പ്രൊഡക്റ്റുകൾ സെയിൽസ് നടത്താൻ പറ്റുള്ളൂ.
അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ സെയിൽസ് നടത്തണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇത് എൻ്റെ ഡാഷ്ബോർഡാണ്. കമ്മീഷൻ ജംഗ്ഷൻ്റെ. കമ്മീഷൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു അഫിലിയേറ്റ് നെറ്റ്വർക്ക് കമ്പനിയാണ്. അതായത് കമ്മീഷൻ ജംഗ്ഷൻ നിങ്ങൾക്കൊന്നും തരുന്നില്ല, ഇതിലുള്ള കമ്പനികളാണ് നമുക്ക് തരുന്നത്. പക്ഷേ അത് ഈ കമ്മീഷൻ ജംഗ്ഷൻ എന്ന് പറയുന്ന കമ്പനിയും കൂടി കമ്മീഷൻ എടുത്ത ശേഷം മാത്രമായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കമ്പനികൾ അഫിലിയേറ്റ്സ് ആകാൻ വേണ്ടി അല്ലെങ്കിൽ അഫിലിയേറ്റ് പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ ലിസ്റ്റ് നോക്കാം. അപ്പോൾ ആ പ്രൊഡക്റ്റുകളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണ്. കാണുന്ന എല്ലാ പ്രൊഡക്റ്റും പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കാതെ പോകും. അപ്പോൾ ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അഡ്വർടൈസേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ അഡ്വർടൈസേഴ്സിൻ്റെ താഴെയായിട്ട് ഒരുപാട് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബോഡി ഫോം UK, ലാസ്കൂട്ട, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് സൈഡിൽ തന്നെ അവരുടെ ഓരോരുത്തരുടെയും കമ്മീഷൻ റേറ്റ് എഴുതിയിട്ടുണ്ട്. 20%, 20% അങ്ങനെ തുടങ്ങിയിട്ട് പലരും എഴുതിയിട്ടുണ്ട്. 15, 7%. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഡിഫറെൻറ്റ് കമ്മീഷനായിരിക്കും. ചില പ്രൊഡക്റ്റുകൾക്ക് കമ്മീഷൻ കുറവായിരിക്കും, ചിലതിന് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആപ്റ്റായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളുടെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകളിൽ നല്ല കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളാണ് നമ്മൾ ചൂസ് ചെയ്യാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മീഷൻ കുറവായിരിക്കും, നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്താലും കമ്മീഷൻ കുറവായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനിവിടെ ഫോമുല എന്ന് പറയുന്നൊരു കമ്പനിയുടെ സൈറ്റിലേക്ക് ജസ്റ്റ് നോക്കുകയാണ്. അതെന്താണെന്ന് നോക്കുകയാണ്. ഹെൽത്ത് ഫുഡ് എന്നാണ് അത് കാറ്റഗറി കൊടുത്തിരിക്കുന്നത്. അപ്പം ഫുഡ് റിലേറ്റ് ചെയ്തിട്ടോ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെഡിസിൻ റിലേറ്റ് ചെയ്തിട്ടോ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതിനകത്ത് ചൂസ് ചെയ്യാം. കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടൻറ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ ഫോമുല എന്ന് പറയുന്ന ഈ സൈറ്റിൽ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഏത് രാജ്യത്തുള്ളതാണ്, അവരുടെ ബാക്കി ലിങ്കുകൾ, അവരുടെ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാം ഇവിടെ അവർ തരും. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാം, അതിന് വേണ്ട കണ്ടൻറ്റുകൾ എങ്ങനെ വേണം എന്ന് പോലും അവർ പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ ഈ കമ്പനി നമ്മൾ എടുത്തു, ഈ കമ്പനിയുടെ പേജാണിത്. ഇനി ഇവിടെ വന്നിട്ട് നമുക്കിവിടെ അപ്ലൈ പ്രോഗ്രാം എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് ആ കമ്പനിയിലേക്ക് അഫിലിയേറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കമ്മീഷൻ ജംഗ്ഷനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിൽ വന്നിട്ട് ഓരോ കമ്പനിയും നമ്മൾ ചൂസ് ചെയ്യണം. എസ്പെഷ്യലി എനിക്ക് ടെക്നിക്കൽ പ്രൊഡക്ട്സിനാണ് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ടെക്നിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് സെയിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതും. അപ്പോൾ കണ്ടൻറ്റ് മേക്ക് ചെയ്യുന്നതും ഞാൻ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ്. അതെന്ന് പറയുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ടൂൾസ് ഉണ്ട്, മാർക്കറ്റിംഗ് ടൂൾസ് ഉണ്ട്, വെബ്സൈറ്റ് തീംസ് ഉണ്ട്, ഹോസ്റ്റിങ്ങുകളുണ്ട്, സെർവറുകളുണ്ട്, ഡൊമെയിൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹെൽത്ത് ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കമ്പനി സെയിൽ നടത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അതായത് ഈ കമ്പനിയുടെ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫൈൻഡ് മൈ ഫോമുല എന്ന് പറഞ്ഞിട്ട്. ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടും. ഇവരെന്താണ്, എങ്ങനെയാണ്, ഇവരുടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് മേക്ക് ചെയ്യാൻ പിന്നെ ഹെൽപ്പ് ചെയ്യും, വീണ്ടും നമുക്കൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ വെബ്സൈറ്റ്. ഇവിടെയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും നമുക്ക് തരുന്നത്. ഇവിടെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ സൈറ്റിൽ വന്ന് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട. നമുക്കിവിടെ പ്രൊഡക്റ്റുകളെക്കുറിച്ച് ആദ്യം വായിച്ച് പഠിച്ച ശേഷം നമ്മുടെ കമ്മീഷൻ ജംഗ്ഷനിൽ തന്നെ ഇവിടെ ഒരു പ്രൊഡക്റ്റുകൾ കാണിച്ചു തരും. പക്ഷേ ഇപ്പോൾ നമുക്കിത് കാണാൻ പറ്റില്ല, കാരണം നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇനി നേരെ മറിച്ച് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന 1-2 അഡ്വർടൈസേഴ്സിൻ്റെ പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം. അത് ടെക്നിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ആ പ്രൊഡക്റ്റുകൾ സോഫ്റ്റ്വെയറാണ്. അത് നമുക്ക് പെർ ജോയിനിങ്ങിനാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. ജോയിനിങ് മീൻസ് അതിൽ സൈൻ ഇൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമ്മീഷൻ കിട്ടില്ല. നമുക്ക് കിട്ടുന്നത് ഒരു സെക്കൻഡ്,
നമുക്ക് ഞാനിപ്പോൾ ഇവിടെ സെൻഫോളിയോ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു കമ്പനിയുടെ ഇതെടുക്കുന്നു. ഇവർ വെബ് ഡിസൈനാണ്. വെബ് ഡിസൈൻ മീൻസ് ഇവരുടെ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ് കാര്യങ്ങൾ അതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ നമുക്ക് തരുന്ന കമ്മീഷൻ ഇതിൽ എനിക്ക് തോന്നുന്നു 30% എന്നാണ് കമ്മീഷൻ വരുന്നത്. എക്സാക്ട്ലി നോക്കുന്നത്, യെസ് 20% ആണ് നമുക്ക് ഇവിടെ ഒരു കമ്മീഷൻ തരുന്നത്. ഞാനിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതാണ് സെൻഫോളിയോ എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനിയിൽ ഇവിടെ വന്ന് ഒരു ആളെ കൊണ്ട് സൈനപ്പ് ചെയ്യിപ്പിച്ച് അവരുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവരുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൽ പ്രൈസിങ് കാണാം. അതായത് $100 ഇവരുടെ പ്രൊഡക്റ്റ് വരുന്നത്. അത് ഏകദേശം ഇതുപോലെയാണ് പ്രൊഡക്റ്റ് വരുന്നത്. $100 എന്നല്ല, പെർ മന്താണ് വരുന്നത്. അപ്പോൾ ഇയാൾ ബൈ നൗ കൊടുത്ത് ഈ 25 പെർ മന്ത് എന്ന് പറയുന്ന ഈ പാക്കേജ് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഏകദേശം $150 20% ആയിരിക്കും കമ്മീഷൻ കിട്ടുക. അതായത് ഒരു വർഷത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 × 12 നോക്കി അതിനുശേഷം കിട്ടുന്ന ആ എമൗണ്ടിൻ്റെ 20% ആയിരിക്കും കമ്മീഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത്, ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിന് എന്തൊക്കെയാണോ വേണ്ടത്, അവർക്ക് അവരുടെ ജോലി എളുപ്പമാവാൻ, അവർക്കും ബിസിനസ് നടക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അതായത് കസ്റ്റം മെയ്ഡ് ടെംപ്ലേറ്റിൽ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ തരാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കമ്പനികളെയും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. കാരണം നമുക്ക് ഇനി അധികം വീഡിയോസിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു അഫിലിയേറ്റ് നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ്. ഇതുപോലെ നമുക്ക് ഒരുപാട് അഫിലിയേറ്റ് നെറ്റ്വർക്ക്സ് ഉണ്ട്. കമ്മീഷൻ ജംഗ്ഷൻ അല്ലാതെ തന്നെ നമുക്ക് ഇനിയും അഫിലിയേറ്റ് നെറ്റ്വർക്ക്സ് ഉണ്ട്. കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടുന്ന അഫിലിയേറ്റ് നെറ്റ്വർക്ക്സ് ഉണ്ട്. കൂടുതൽ കമ്മീഷൻ തരുന്ന നെറ്റ്വർക്ക്സും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പരിചയപ്പെടാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. താങ്ക് യു സോ മച്ച്.